അരീക്കോട് വെറുതെ അല്ല, അരീക്കോടിന്റെ മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് ഫുട്ബോളിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ റാഷി? ഫോണിലും ഉറക്കിലും തൊട്ടിലിൽ ആടിക്കളിക്കുന്ന കൊച്ചുകുട്ടികളുടെ കാതുകളിൽ പോലും കാൽപന്തുകളിയുടെ കിന്നാരം പറയുന്ന നമ്മുടെ സ്വന്തം അരീക്കോട് അല്ലെ. അരീക്കോടിന്റെ മണ്ണിൽ നിന്ന് വന്ന് കൊണ്ടോട്ടിയിൽ നിന്നും സൂപ്പർ ഷോട്ടില് നടത്തിക്കൊണ്ട് അദ്ദേഹം അരീക്കോട്ടുകാരുടെ അഭിമാനം കൊണ്ടോട്ടിയിലും സാക്ഷാത്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അല്ലേ. വികലാജിന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇദ്ദേഹമാണ് ഈ ടിക്കറ്റിന് കൈകാര്യം ചെയ്യുന്ന ആള്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് ടിക്കറ്റ് തരുന്നതാണ്. എന്തായാലും സന്തോഷം. കൊണ്ടോട്ടി ഒരു ഉത്സവാവേശം ഫുട്ബോളിൽ പറയുന്ന നാടാണ്. നമുക്കറിയാം, ഏതൊരർത്ഥത്തിലും കൊണ്ടോട്ടിയുടെ ചരിത്ര പ്രൗഢി ഫുട്ബോളിന്റെ വലിയൊരു മേൽവിലാസമാണ്. നിരവധി താരങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നും പിറവിയെടുത്തു. നമുക്കറിയാം, അണസടപ്പുറക എന്ന ഇതിഹാസ നാമത്തെ കുറിച്ച് പറയുമ്പോൾ കൊണ്ടോട്ടിക്കാർക്ക് 1000 നാക്കാണ്. അവിടെ ഒന്നും തീരുന്നില്ല കൊണ്ടോട്ടിയുടെ ഫുട്ബോൾ പൈതൃകം. നമുക്കറിയാം, ISL മൈതാനിയിൽ വരെ പന്ത് തട്ടിയ ഫഹീം അലിയും കൂടെ കുട്ടാപ്പിയും ഫഹീമും ഒക്കെയുള്ള സമീഹൊക്കെയുള്ള അതിനപ്പുറത്തേക്ക് ഈ സീസണിൽ നമ്മുടെ സ്വന്തം മലപ്പുറം FC-ക്ക് വേണ്ടി ബൂട്ടണിയുന്ന, നമ്മുടെ നാട്ടിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കടന്നു ചെന്ന് പന്ത് തട്ടി കളിച്ച പ്രാഗൽഭ്യം തെളിയിച്ച കൊണ്ടോട്ടിക്കാരൻ അക്ബർ സിദ്ദീഖ് അടക്കമുള്ള വമ്പൻ പോരാളികളുടെ ജന്മനാടാണ് കൊണ്ടോട്ടി. അതിനുമപ്പുറം യൂണിവേഴ്സിറ്റിയുടെ സ്വന്തമാക്കിയ EMEA കോളേജ് എന്ന കാൽപന്ത് കളിയുടെ ഈറ്റല്ലമായി അറിയപ്പെടുന്ന EMEA കോളേജും സ്ഥിതി ചെയ്യുന്ന നാടാണ് നമ്മൾ പറയുന്നു. സെവൻസ് ഫുട്ബോളിലേക്ക് കടന്നു വരുമ്പോൾ FC അത് കാൽപന്ത് കളിയുടെ സ്വന്തം നാട് തന്നെയാണല്ലേ. റാഷി, മറ്റൊരു കൊണ്ടോട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെ എവിടെയാണല്ലോ അല്ലെ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ മേലങ്ങാടി നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയായിരുന്നു സലാമിന്റെ വീട്. അങ്ങനെ കൊണ്ടോട്ടിയിൽ ഒട്ടനവധി നാട് കൂടിയാണ് കൊണ്ടോട്ടി. ആ കൊണ്ടോട്ടിക്ക് ഇത്തവണ മലപ്പുറത്തിൽ വേറെ ആരുണ്ട് ഇവിടെ? കൊണ്ടോട്ടി നേടുന്ന നേട്ടങ്ങൾക്ക് പിറകിൽ എന്നും കൊണ്ടോട്ടിക്കാരാണ് ഊർജ്ജസ്വലതയോടുകൂടി പിറകിലുള്ളത് എന്ന് സംശയം പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് അലോ ചെയ്തിട്ടുള്ളത് അല്ലേ റാഷി? തീർച്ചയായിട്ടും നമുക്ക് ബോധ്യമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സൂര്യ ജില്ലയുടെ ടീം ഇന്ന് കളിക്കളത്തിലേക്ക് മറ്റന്നാൾ വെള്ളിയാഴ്ച വേണ്ടി ഒരുക്കിയ ഒരു ടീം, ഹെവി ടീം. നിങ്ങളുടെ നാട്ടുകാരൻ നമ്മുടെയൊക്കെ സ്വന്തം മനസ്സെടുത്തിരിക്കുകയാണ്. ടെക്നിക്കൽ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചത് സംശയം ചൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഏതൊരു നമുക്ക് പ്ലെയർ എടുക്കാൻ കഴിയുന്ന തലയിൽ കണ്ണട കാക്ക നിൽക്കുന്നില്ല. അവിടെ ശരിക്കരി കൊടുക്കി കണ്ണട തലയിൽ വെച്ചത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കാക്കനെ. ഓക്കെ, വീണ്ടും കൊണ്ടോടിക്ക് ഒരു സ്കോറർ കൂടി സ്വന്തമായിരിക്കുകയാണ്. ഒന്ന് സൈഡിലൊക്കെ നമ്മൾ പിറകിൽ ഒരു ലോഗോ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന് വീഡിയോയില്. ഓക്കെ, അടിക്കുമ്പോൾ ഒരടിയാട്ടോ, ഒരടി അടിച്ച ആളുകളൊക്കെ അങ്ങനെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിയ റഷീദ് ഒരുപാട് പോയിന്റ് കുട്ടി വൈദ്യരൊക്കെ ചെന്ന് കൊണ്ട് സുഹൃതമായ നമ്മുടെ കൊണ്ടോട്ടിയുടെ മണ്ണിലേക്കാണ് MFC-യുടെ ഗോൾ വണ്ടി MFC ക്രൂസർ എത്തിയിരിക്കുന്നത്. ഈ ഒരു ജന പങ്കാളിത്തം അല്ല റാഷി. കൊണ്ടോട്ടിയിലെ ഫുട്ബോൾ എന്ന് പറയുന്നത് കൊണ്ടോട്ടിക്ക് വലിയൊരു വികാരമായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സംഗമം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓരോ കൊണ്ടോട്ടിക്കാരനോടും എസ്പെഷ്യലി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വരുന്ന 3-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച മറ്റന്നാൾ നമ്മുടെ ടീം സ്പെഷ്യൽ ഗസ്റ്റ് കൂടി നമുക്ക് വരുന്നുണ്ട്. ആരാന്നറിയില്ലേ? നമ്മുടെ ടീമിന്റെ കോ ഓണർ സഞ്ജു സാംസൺ വരുന്നു പയ്യനാട്ടേക്ക്. അപ്പൊ ടീമിന്റെ കോ ഓണർ, അപ്പൊ അദ്ദേഹവും ഈ വരുന്ന വെള്ളിയാഴ്ച ഏഷ്യ കപ്പിന്റെ ചാമ്പ്യൻ അല്ലേ. തീർച്ചയായിട്ടും റാഷി ഉണ്ടാകുമെന്ന് വീണ്ടും തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നമ്മുടെ ടീമിന്റെ പോരാട്ടം. ജുബട്ടൊരു മനുഷ്യണ്ടല്ലോ നമ്മളെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കൊണ്ടോട്ടിയുടെ സ്നേഹമല്ലേ. ഒരു ഷൂട്ട് അടിച്ച ആള് വീണ്ടും അങ്ങോട്ടേക്ക് വരാതെ ഒന്ന് മാറി നിന്ന് കൊടുക്കുക, മറ്റുള്ള ആളുകൾക്ക് അവസരം കൊടുക്കി. ഒരു ഷൂട്ട് എത്ര ഷൂട്ട് ചെയ്തു? ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്, അപകടം ആയിട്ടില്ല. ഓക്കെ 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 Shoot, one minute, just wait. Okay, thank you. Okay, shoot. Slowly. അതിഥി ആയതുകൊണ്ട് 2 ചാൻസ് കൊടുക്കാൻ പറ്റും. You are from Saudi Arabia. Okay. നമുക്ക് 2 ചാൻസ് കൊടുക്കല്ലേ. Okay, 2 chances for you. Yeah. Again one chance. Each person's one chance. Oh! You are a footballer? You are a footballer in Saudi Arabia? Good. You playing football in Saudi Arabia? Yeah. Al Hilal. Okay. ഒരുപാട് വിദേശ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തില് നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായി വന്നവര്. ഓക്കെ, താങ്ക് യു. ഷൂട്ട്.
ഓ